Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിപ്പിൾ മോഡിഫയറിനെ കുറിച്ചാണ്. അതിനായി ഞാൻ ആദ്യം ജസ്റ്റ് ഒരു പ്ലെയിൻ വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ടോപ്പ് വ്യൂ ഓൺ ആക്കി കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒരു പ്ലെയിൻ വരച്ചു കൊടുത്തു. അതിനുശേഷം ആ പ്ലെയിനിലേക്ക് ഞാൻ റിപ്പിൾ മോഡിഫയർ RI റിപ്പിൾ ജസ്റ്റ് റിപ്പിൾ മോഡിഫയർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. റിപ്പിൾ മോഡിഫയർ കൊടുത്തപ്പോൾ അതിന് രണ്ട് ആംപ്ലിറ്റ്യൂഡ് 1 ആംപ്ലിറ്റ്യൂഡ് 2. ഞാൻ ആംപ്ലിറ്റ്യൂഡ് 1ന്റെ വാല്യൂ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ കണ്ട ആ ഡയറക്ഷനിൽ ആ ചേഞ്ച് വരുന്നത് കണ്ടല്ലേ. അതേപോലെ ആംപ്ലിറ്റ്യൂഡ് 2 ഞാൻ വ്യത്യാസം വരുമ്പോൾ Y ഡയറക്ഷനിൽ ഒരു ഈ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നത് കാണാൻ പറ്റും. നമ്മൾ ചേഞ്ച് ചെയ്തത് കറക്റ്റ് ആയിട്ട് നമുക്ക് വിസിബിൾ ആവാത്തത് നമ്മൾ പ്ലെയിന് പ്രോപ്പർ ആയിട്ട് സെഗ്മെന്റ്സ് കൊടുക്കാത്തതാണ്. നമ്മൾ ഏതൊരു മോഡിഫയർ അപ്ലൈ ആണെങ്കിലും നമ്മൾ പ്രോപ്പർ സെഗ്മെന്റ്സ് ആഡ് ചെയ്യും. ഞാൻ ലെങ്ത് സെഗ്മെന്റ്സ് കുറച്ച് ഇൻക്രീസ് ചെയ്യണം. കണ്ട സെഗ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രോപ്പർ ഷേപ്പ് കിട്ടും. ഞാൻ വിടുത്ത സെഗ്മെന്റ്സും കുറച്ച് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കണ്ട അതായത് റിപ്പിൾ കൊടുത്ത കോൺസെൻട്രിക് റിങ്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിപ്പിൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വേവ് പോലെ ഞാനിപ്പോൾ വേവ് ലെങ്ത് കുറച്ച് ഇൻക്രീസ് ചെയ്തു. വേവ് ലെങ്ത് പറഞ്ഞാൽ രണ്ട് വേവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ വേവ് ലെങ്ത് ഞാൻ ഡിക്രീസ് ചെയ്താൽ വേവുകളുടെ എണ്ണം കോൺസെൻട്രിക് റിങ്ങുകളുടെ എണ്ണം കൂടും. ഞാൻ ആംപ്ലിറ്റ്യൂഡ് 1 ഡിക്രീസ് ചെയ്യണം. ആംപ്ലിറ്റ്യൂഡ് 1 ഡിക്രീസ് ചെയ്തപ്പോൾ സെറ്റ് ഡയറക്ഷനിലുള്ള ഹൈറ്റ് കണ്ട അത് കുറയുന്നത് കാണാം. ആംപ്ലിറ്റ്യൂഡ് 2 ഞാൻ കുറയ്ക്കുകയാണെങ്കിൽ കണ്ട ആ Y ഡയറക്ഷനിലുള്ള ഹൈറ്റ് അതും കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്കിനി റിങ്ങുകളുടെ എണ്ണം ഇപ്പോൾ 1 2 3 ഒരു 3 റിങ്ങാണ്ടല്ലോ ഇത്. റിങ്ങുകളുടെ എണ്ണം നമുക്ക് കൂട്ടണമെങ്കിൽ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്താൽ മതി. വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്താൽ റിങ്ങുകളുടെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് ഈ സ്ട്രെങ്ത് വ്യത്യാസം വരുത്തണമെങ്കിൽ ആ DK അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കണ്ട അതായത് ഓരോ റിങ്ങിന്റെ സ്ട്രെങ്ത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് DK യൂസ് ചെയ്തിട്ട് കുറയ്ക്കാൻ പറ്റും. DK യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം സ്ട്രെങ്ത്തിന്റെ വാല്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഫേസ് പറഞ്ഞാൽ നമ്മുടെ റിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അത് കൺട്രോൾ ചെയ്യാനാണ് ഫേസ് യൂസ് ചെയ്യുന്നത്. കണ്ട എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ട അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വേവ് ലെങ്ത് കുറച്ച് ഡിക്രീസ് ചെയ്തു. അതിനുശേഷം ആംപ്ലിറ്റ്യൂഡ് 2 കുറച്ച് ഡിക്രീസ് ചെയ്തു. ആംപ്ലിറ്റ്യൂഡ് 1 ഡിക്രീസ് ചെയ്തു. കണ്ട ഒരു വാട്ടർ വേവ് പോലെ ഒരു വെള്ളത്തിലൊരു കല്ലെറിയ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ വേവ് ഫോം ചെയ്യില്ല. ഇങ്ങനെ ഒരു എന്തെങ്കിലും അതേപോലത്തെ ഒരു വേവ് ഫോം ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോൺസെൻട്രിക് റിംഗ് പോലെ കണ്ട. പിന്നെ നമുക്കിത് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഓട്ടോ ഓൺ ആക്കി കൊടുക്കുക. ഫസ്റ്റ് ഇങ്ങനെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷനിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് 2 കുറച്ച് ഓൺ ആക്കി കൊടുക്കുക. ആംപ്ലിറ്റ്യൂഡ് 1 പിന്നെ DK ഫേസ് ഞാൻ കുറച്ച് കൂട്ടി കൊടുത്തു. അടുത്ത പോയിന്റിൽ വീണ്ടും ആംപ്ലിറ്റ്യൂഡ് 1 കുറച്ച് കൂട്ടി കൊടുത്തു. ആംപ്ലിറ്റ്യൂഡ് 2 കൂട്ടി കൊടുത്തു. ഡിലേ 0.01 ഫേസ് 0.5 കൊടുത്തു. അടുത്തതിനും ഇതേപോലെ കൊടുത്തു. ഞാൻ ജസ്റ്റ് ഓട്ടോ ഓഫ് ആക്കി ജസ്റ്റ് പ്ലേ ചെയ്തു. പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ വേവിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാണാൻ പറ്റും നമ്മൾ എഡിറ്റ് ചെയ്തതിനനുസരിച്ച്. കണ്ടോ നമ്മൾ ആദ്യം നല്ല സ്ലോ ആയിട്ട് സ്മൂത്ത് ആയിട്ട് പിന്നെ തോന്നിയ പോലെ നമ്മൾ ചെയ്തു പോകും. നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് അനിമേഷൻ ചെയ്യാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കണം. പിന്നെ ബെൻഡ് മോഡിഫയർ ഉള്ള പോലെ നമുക്ക് രണ്ട് സബ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഗിസ്മോ കൊടുത്തിട്ട് നമുക്ക് ഗിസ്മോ കൊടുത്ത ഒരു ഈ മൊത്തത്തിലുള്ള ആ പ്ലെയിന് ചുറ്റും ഒരു യെല്ലോ ബോക്സ് കാണാൻ പറ്റും. അത് നമുക്ക് മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഷേപ്പിൽ വ്യത്യാസം വരുന്ന കാണാൻ പറ്റും. കണ്ടോ സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യുന്നതനുസരിച്ച് ഷേപ്പിൽ വ്യത്യാസം വരുന്ന കാണാൻ പറ്റും. നമുക്ക് സെന്റർ പൊസിഷൻ മാറ്റണമെങ്കിൽ മാറ്റാം. സെന്റർ വേണമെങ്കിൽ നമുക്ക് എങ്ങോട്ടാ വെച്ചാൽ മാറ്റാം. സെന്റർ മാറ്റുന്നതനുസരിച്ച് ഷേപ്പ് മാറുന്ന കാണാൻ പറ്റും. നമുക്ക് സെന്റർ റൊട്ടേറ്റ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതാണ് റിപ്പിൾ മോഡിഫയർ. നമുക്ക് റിപ്പിൾ മോഡിഫയർ യൂസ് ചെയ്തിട്ട് കോൺസെൻട്രിക് റിങ്സ് പോലെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. വാട്ടർ വേവ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് റിപ്പിൾ യൂസ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.